ഇസബേലുമാർ ഭയപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നവരെ പൈശാചിക മേഖലകൾ ഭയപ്പെടുന്നു. ആത്മാവിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. എല്ലാ ഇസബേലിയ ശക്തികളും യേശുവിന്റെ നാമത്തിൽ വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും ഹൃദയകാഠിന്യമുള്ള മനുഷ്യനായിരുന്നു പുതിയ നിയമത്തിൽ ശൗൽ. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് എന്ന് വിളിക്കുന്ന ശൗൽ, സഭയെ മുടിച്ചവൻ, ദൈവസഭകളെ പൂട്ടിക്കാൻ അധികാരപത്രം അധികാരികളിൽ നിന്ന് മേടിച്ച് സഞ്ചരിച്ചവൻ. സ്തെഫാനോസ് എന്ന് പറയുന്ന സ്റ്റീഫനെ, അപ്പോസ്തലനെ സിംഹവാതിലിൽ വെച്ച്, ജെറുസലേമിൽ സിംഹവാതിലിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തവൻ. നിങ്ങൾ ഓർക്കുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ട് ബൈബിൾ. ഈ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ പൗലോസ്, ശൗൽ ഒരു കുറ്റിക്കാട്ടിൽ മാറിയിരുന്ന് ദൈവത്തിന്റെ അഭിഷിക്തനെ എറിഞ്ഞ് കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കുകയാണ്. അവന്റെ ഹൃദയം ഒന്ന് ഓർത്തേ. നമുക്കൊരു ശരിക്കും ഒരു ആക്സിഡന്റ് പോലും കാണാനുള്ള മനക്കെട്ടിയില്ല, എനിക്കില്ല. ഒരാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കത് മനക്കെട്ടിയില്ല. ഹല്ലേലൂയ. പക്ഷെ ഒരുത്തനെ എറിഞ്ഞ് കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കി. അവന്റെ മനോഭാവം എന്തായിരിക്കും? സഭയ്ക്ക് വിരോധമായി നിന്നവൻ, സഭയെ മുടിച്ചവൻ, അവൻ പരീക്ഷ പ്രമാണി, മത തീവ്രവാദി. ഇവൻ ദൈവസഭയ്ക്ക് വിരോധമായി യാത്ര ചെയ്യുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചൊരു സംഭവം ഉണ്ടായി. നിങ്ങൾ പറയുന്ന പൗലോസ് 14 ലേഖനങ്ങൾ, ഈടുറ്റ കരുത്തുള്ള വെളിപ്പാടുകളുടെ കലവറയായ 14 ലേഖനങ്ങൾ സഭയ്ക്ക് കൈമാറി. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 9 കൃപാവരങ്ങളാലും നിറയപ്പെട്ടു. അനേകരെ കർത്താവിലേക്ക് നയിച്ചു. പക്ഷേ ഈ മനുഷ്യനെ പിടിക്കാൻ, ഈ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ഒറ്റ കാര്യമേ സംഭവിച്ചുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 3-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9:3 എഴുതിയിട്ടുണ്ട്, ഒരു വെളിച്ചം അവന്റെ ചുറ്റും പിന്നെ. അവൻ വാഹന മൃഗത്തിൽ നിന്ന് നിലത്ത് വീണ് കിടന്ന് അവൻ ചോദിക്കുകയാണ്, ആമേൻ ആമേൻ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ മുമ്പിൽ തിരിച്ചു ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? നീ ആരാകുന്നു കർത്താവേ? ആമേൻ. ബൈബിൾ പറയുന്നു, അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ ആരാകുന്ന കർത്താവേ? യേശു പറഞ്ഞ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ലേഖനത്തിൽ ഉടനീളം യേശു ആരാണെന്ന് പൗലോസ് എഴുതിയത് ഉപദ്രവിക്കുന്നവരെ പിടിക്കുന്നവനെന്നല്ല. കൊലോസ്യ സഭയ്ക്ക് പൗലോസ് എഴുതി, യേശു ആരാണ്? വാക്യം, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ ചുറ്റും മിന്നിയ വെളിച്ചം ആ മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്തു, രൂപാന്തരപ്പെടുത്തി. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ വരുമ്പോൾ ഇരുട്ടത്ത് എനിക്ക് ഒരുങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഒരുങ്ങണമെങ്കിൽ, എനിക്ക് എൻ്റെ മുടി ചീകണമെങ്കിൽ, എനിക്ക് എൻ്റെ മുഖം മിനുക്കണമെങ്കിൽ, എനിക്ക് കൃത്യമായി വസ്ത്രം ധരിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഒരുങ്ങുന്ന മുറിയിലെ ലൈറ്റ് ഇടണം. വെളിച്ചം എന്നെ പ്രിപ്പയർ ചെയ്യും. വെളിച്ചത്തിന് മാത്രമുള്ളൊരു കാര്യമാണ്, വെളിച്ചം എന്നെ കാണിക്കും. ഞാൻ ഇരുട്ടത്ത് നിന്നാൽ എൻ്റെ അഴുക്ക് എനിക്ക് കാണാൻ കഴിയത്തില്ല. ഞാൻ ഇരുട്ടത്ത് നിന്നാൽ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് കാണാൻ കഴിയത്തില്ല. ഞാൻ ഇരുട്ടത്ത് നിന്നാൽ എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ വെളിച്ചം എന്നെ വെളിപ്പെടുത്തും. വെളിച്ചം എന്നെ വെളിപ്പെടുത്തും. പലരും ഈ ശുശ്രൂഷകളിൽ കടന്നു വന്ന്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നിൽ ഒത്തിരി തെറ്റുകൾ കുറവുകളുണ്ട് എന്ന് പറയാനിടയായതിൻ്റെ കാരണം ഈ വെളിച്ചത്തിലേക്ക് വന്നതാണ്. ഞങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ മകൻ എത്ര മദ്യപാനിയാണെങ്കിലും, നിങ്ങളുടെ ഭർത്താവ് എത്ര മദ്യപാനിയാണെങ്കിലും, നിന്റെ വീട്ടിൽ എത്ര ഇരുട്ടു പിടിച്ച വീടാണെങ്കിലും, ഈ വെളിച്ചം നിന്റെ വീടിനെ രൂപാന്തരപ്പെടുത്തും. ഈ വെളിച്ചം നിന്റെ വീടിന്റെ മുഖഛായയെ മാറ്റും. ഈ വെളിച്ചം നിന്റെ തലമുറകളുടെ മുഖഛായയെ മാറ്റും. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങൾ അടിച്ചെന്ന് രാത്രി കർത്താവിന് നന്ദി പറഞ്ഞാൽ, ഈ വെളിച്ചം നിന്റെ മുഖഛായയെ മാറ്റും.
ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിച്ചം രൂപാന്തരപ്പെടുത്തും. വാ തുറന്ന് പറഞ്ഞ് വെളിച്ചം രൂപാന്തരപ്പെടുത്തും. വെളിച്ചം എന്നെ വെളിപ്പെടുത്തും. വെളിച്ചം ഇരുളുകളെ മാറ്റും. വെളിച്ചം എൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കും. ഇന്ന് രാത്രി ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തിന്റെ മേൽ നിൽക്കുന്ന എല്ലാ ഇരുട്ടുകളും, എല്ലാ അന്ധകാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. യേശു കർത്താവിനെ പ്രതിഷ്ഠിക്കുവാൻ അമ്മയപ്പന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ യേശുവിനെ കാണാതെ മരിക്കത്തില്ലെന്ന് വാഗ്ദത്തം കേട്ടൊരു മനുഷ്യൻ ആലയത്തിലുണ്ടായിരുന്നു. അവൻ്റെ പേര് ശിമയോൻ എന്നായിരുന്നു. ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ലൂക്കോസ് 2:29-30 വാക്യം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. പ്രകാശം പറഞ്ഞേ, പ്രകാശം, ജനത്തിന്റെ പ്രകാശം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവനിലേക്ക് വന്ന ദൈവമക്കളോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നിന്നിൽ ഇരുട്ട് ഒട്ടും ഉണ്ടാകരുത്. നിന്നിൽ ഇരുട്ട് ഒട്ടും ഉണ്ടാകരുത്. നിന്റെ ജീവിതത്തിന്റെ മേളിൽ ഇരുട്ടിന് ഒരു സ്വാധീനം ഉണ്ടാകരുത്. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് പ്രവചിക്കുകയാണ്. ആഹാബുമാരെയും ഇസബേലുമാരെയും നിലയ്ക്ക് നിർത്താൻ കഴിയണമെങ്കിൽ ഈ രാജ്യത്തിൽ ഏലിയാവുമാർ എഴുന്നേൽക്കണം. ഏലിയാവുമാർ എഴുന്നേൽക്കണം. എന്തായിരുന്നു ഏലിയാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഏലിയാവിന്റെ വംശാവലി ബൈബിളിൽ എഴുതിയിട്ടില്ല. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിശ്ബയിൽ നിന്ന് വന്ന തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, തിശ്ബയിൽ നിന്ന് വന്ന തിശ്ബനായ ഏലിയാവ്. വംശാവലിയില്ല, കുടുംബ പാരമ്പര്യമില്ല, ഏലിയാവിന്റെ ആത്മീക ഗുരു ആരാന്നില്ല. Nothing is there. Nothing is there. ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, കെരീത്ത് തോട് വറ്റിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ, തന്റെ അഭിഷിക്തനെ രാജ്യത്തെ തൊടാൻ, രാജാക്കന്മാരെ തൊടാൻ ദൈവത്തിന് പ്രൊമോട്ട് ചെയ്യണം. ദൈവത്തിന് പ്രൊമോട്ട് ചെയ്യണം. അതിന് ദൈവം അയച്ചത് സാരാഫത്തിലെ വിധവയുടെ അടുക്കലേക്കാണ്. നിങ്ങൾക്കറിയാമോ, 3 വർഷത്തിലധികം ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയുടെ കൂടെ ആ ദേശത്ത് ആ വീട്ടിൽ പാർത്തു. വിശുദ്ധിയോടെ, പേരുദോഷയില്ലാതെ. തന്റെ കൂടെ നടന്ന ശിഷ്യനെ കുറിച്ച് മറ്റൊരു സ്ത്രീ പറഞ്ഞു, ഈ പുരുഷൻ, എലീശയെ കുറിച്ച് ശൂന്യകാര്യത്തിൽ പറയാണ്, ഇവൻ യഹോവ ഭക്തനായ ഒരു പുരുഷനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഞാൻ മനസ്സിലാക്കി തരാം. ആ സ്ത്രീയോട് കൂടെ വിശുദ്ധിയോടെ പാർത്തവനെയാണ് 3.5 കൊല്ലം സാരാഫത്തിൽ വിശ്വസ്തത കാണിച്ചവനെയാണ് കർമ്മേലിൽ തീയിറക്കാൻ ദൈവം ഉപയോഗിച്ചത്. ഓ, ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. കർമ്മേലിൽ തീയിറക്കാൻ ദൈവം ഉപയോഗിച്ചത്. ഇന്ന് രാത്രിയിൽ വിശുദ്ധന്മാരെ ഇസബേലുമാർ ഭയപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നവരെ പൈശാചിക മേഖലകൾ ഭയപ്പെടുന്നു. ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കാൻ എല്ലാ ഇസബേലിയ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുമ്പോഴും, അശേര വെല്ലുവിളിക്കുമ്പോഴും, ബാലിന്റെ ദേവന്മാർ വെല്ലുവിളിക്കുമ്പോഴും, കർമ്മേലിൽ 852 പേർ, ആഹാബും ഇസബേലും ഉൾപ്പെടെ, ബാലിന്റെ അശേരയുടെ പ്രവാചകന്മാർ ഉൾപ്പെടെ 852 പേർ വെല്ലുവിളിക്കുമ്പോഴും മുട്ടേ നിന്നുകൊണ്ട് അവന്റെ കണ്ണേലോട്ടൊന്ന് നോക്കിയേ, അവന്റെ കോൺഫിഡൻസ് കാണാം. അവൻ അറിയാം, എന്റെ ജീവിതം വെളിച്ചത്തിൽ തന്നെയാണ്. എന്റെ ജീവിതം വെളിച്ചത്തിൽ തന്നെയാണ്. എന്റെ ജീവിതം വെളിച്ചത്തിലും എന്റെ ജീവിതം വിശുദ്ധിയിലും നിൽക്കുന്നത് കൊണ്ട് ഇരുട്ടേ നിനക്ക് എന്നെ തൊടുവാൻ കഴിയുകയില്ല.
വിശുദ്ധിയിൽ നിൽക്കുന്ന ഏലിയാവുമാരെ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുണ്ട്. പാപം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും പാപം ചെയ്യാതെ പാപത്തെ വെറുത്ത് ഓടുന്നവരെ, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ വെളിച്ചത്തിന് വില കൊടുക്കുന്നവരെ ദേശത്തിന് ആവശ്യമുണ്ട്. 3 വർഷത്തിലധികം ഭർത്താവില്ലാത്തൊരു സ്ത്രീയുടെ കൂടെ താമസിച്ചിട്ടും ഒരു പേരുദോഷവും കേൾപ്പിക്കാതെ ദൈവകൃപയിൽ നിന്നവൻ ഇൻവിറ്റേഷൻ കർമ്മേലിലേക്കാണ്. കർമ്മേലിലേക്കാണ്. കർമ്മേലിലേക്കുള്ള ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തൊടുന്നതല്ല, കുടുംബങ്ങളെ തൊടുന്നതല്ല, രാജ്യത്തെ തൊടുന്ന ഇൻവിറ്റേഷനാണ്. രാജ്യത്തെ തൊടുന്ന ഇൻവിറ്റേഷനാണ്. രാജ്യത്തെ തൊടുന്ന ഇൻവിറ്റേഷനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നീ വിശുദ്ധിയോടെ നിൽക്കാമെങ്കിൽ, നീ പ്രാർത്ഥനയിൽ നിൽക്കാമെങ്കിൽ, നീ ഇരുട്ടിനോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാമെങ്കിൽ, നീ ഇരുട്ടിനോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാമെങ്കിൽ, ആരും മിണ്ടുന്നില്ല, നീ ഇരുട്ടിനോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാമെങ്കിൽ, നീയാകുന്ന വെളിച്ചത്തെ പറയിൻ കീഴിലല്ല, എന്റെ ദൈവം തണ്ടിന്റെ മേൽ വഴിയും സത്യവും ജീവനും ഒരുവനേ ഉള്ളു, പലതില്ല. രക്ഷകന്മാർ പലതില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമമില്ല. ഒത്തിരി യൗവനക്കാർ ഈ മീറ്റിംഗിൽ കൊതിയുള്ളവർ, ആഗ്രഹത്തോടെ വന്നിരിക്കുന്നവർ ഞാൻ കാണുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ഏലിയാവുമാരാണ്. അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും പറയാൻ പറ്റണം, അവനിൽ വസിക്കുന്ന എന്നിലും. പറഞ്ഞാട്ടെ, അവനിൽ വസിക്കുന്ന എന്നിലും ഇരുട്ട് ഒട്ടുമില്ല. ഇരുട്ട് ഒട്ടുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. You are the sons of light. You are the sons of light. അപ്പോസ്തലപ്രവൃത്തി 13:47 ദൈവം നമ്മെ അറിയിച്ചിരിക്കുന്ന സത്യം, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ നിന്റെ അകത്ത് കത്തിയ വെളിച്ചം എവിടേക്കോ ഒതുങ്ങിപ്പോയെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, വെളിച്ചത്തെ ഒതുക്കാൻ കഴിയുന്നതല്ല. വെളിച്ചത്തെ ഒതുക്കാൻ കഴിയുന്നതല്ല. വെളിച്ചത്തെ ഒതുക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, അത് വെളിച്ചം സ്വീകരിച്ചവന് മാത്രം. ഹല്ലേലൂയ. അല്ലാതെ വെളിച്ചം ഒതുങ്ങുന്നതല്ല. വെളിച്ചത്തെ ഒതുക്കാൻ കഴിയത്തില്ല. താങ്ക് യു ലോർഡ് ജീസസ്. ഈ ദൂത് നിങ്ങളുടെ മേൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഈ 2026 എന്ന വർഷത്തിൽ അനേക ജാതികളുടെ മുൻപിൽ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ലൈറ്റ് ആയിരിക്കും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഭവനവും ദേശത്തിന്റെ നടുവിൽ ഒരു പ്രകാശമായിരിക്കും. അനേകർക്ക് ഇരുട്ടിലിരിക്കുന്ന അനേകർക്ക് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. എത്ര പേര് സുവിശേഷം അറിയിക്കുന്നവരുണ്ട്? നിങ്ങളുടെ പഴയ കാലഘട്ടം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ മുൻപാരായിരുന്നെന്നറിയാവോ? നിങ്ങൾ മുൻപാരായിരുന്നെന്നറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ആരാന്നറിയാമോ? ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയാണ് 9-ാം വാക്യം, കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുകയത്രേ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ, എല്ലാ പാപത്തിനും ഇരുട്ടിന്റെ പ്രോഡക്റ്റാണ് പാപം. ഇരുട്ടിന്റെ പ്രോഡക്റ്റാണ് ശാപം. ഇരുട്ടിന്റെ പ്രോഡക്റ്റാണ് മരണം. ഇരുട്ടിന്റെ പ്രോഡക്റ്റാണ് വ്യഭിചാരം. ഇരുട്ടിന്റെ പ്രോഡക്റ്റാണ് സകല തിന്മയും. ഇരുട്ടിന്റെ പ്രോഡക്റ്റാണ് കുലപാതകം. ഇരുട്ടിന്റെ പ്രോഡക്റ്റാണ് സകല അനീതിയും.
സകല അനീതിയും, സകല അനീതിയും. എന്നാൽ ഇരുട്ടിനുള്ള പ്രത്യേകത അത് നിഷ്ഫലമാണ്. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, പ്രയോജനമില്ലാത്തതാണ്. ഇരുട്ടെനിക്ക് പ്രയോജനം തന്നിട്ടില്ല, ഇരുട്ടെനിക്ക് പ്രയോജനമുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ ശാസിക്കുക. പിശാച് നിന്നെ ഇരുട്ടിലേക്ക് വലിക്കുന്നു എന്ന് നിനക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ, നിന്നെ പുറകോട്ട് വലിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ, അതിനെ തലോടിക്കൊണ്ടിരിക്കാതെ ഇന്ന് രാത്രിയിൽ അതിനെ ശാസിക്കുക, അതിനെ ശാസിക്കുക. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, ഓടിപ്പോകും. ഈ ഇരുട്ടിന്റെ രാജ്യം ചെയ്യുന്ന ഒരു പ്രധാന പ്രവൃത്തി, ഇരുട്ടിന്റെ രാജ്യം ചെയ്യുന്ന ഒരു പ്രധാന പ്രവൃത്തിയാണ് യോഹന്നാൻ 10:10 ഒറ്റ വാക്യത്തിൽ യേശു പറഞ്ഞത്, മോഷ്ടിപ്പാനും അറക്കാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ വെളിച്ചത്തിന്റെ രാജ്യം, ദ കിങ്ഡം ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ രാജ്യം പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായി ഉണ്ടാകാൻ. എന്താണ് കിങ്ഡം ഓഫ് ഡിമോൺ? എന്താണ് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്? സ്റ്റീലിംഗ്, കില്ലിംഗ്, ഡിസ്ട്രോയിങ്. മോഷ്ടിക്കുക, സ്റ്റീൽ ചെയ്യുക. അറക്കുക എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന കിൽ എന്നാണ്. കൊല്ലുക, ഇല്ലാതാക്കുക. അറക്കുക, കൊല്ലുക, മോഷ്ടിക്കുക, ഡിസ്ട്രോയ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, ഒടച്ചു കളയുക, കുടുംബത്തെ ഡിസ്ട്രോയ് ചെയ്യുക, ബന്ധങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുക, തലമുറകളെ ഡിസ്ട്രോയ് ചെയ്യുക, ആരോഗ്യത്തെ മോഷ്ടിക്കുക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മോഷ്ടിക്കുക, നിന്റെ സന്തോഷത്തെ മോഷ്ടിക്കുക, നീ അനുഭവിക്കേണ്ട നന്മകളെ മുടിച്ചു കളയുക. ഇരുട്ടിന്റെ രാജ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ ആ രാജ്യത്തിലുള്ളവരല്ലായകയാൽ ഞാൻ വന്നത് ജീവനുണ്ടാകാൻ, ജീവനുണ്ടാകാൻ. സിസ്റ്റർ, ബ്രദർ, യേശു ഈ ഭൂമിയിൽ വന്നത് നിന്നെ കൊല്ലാനല്ല, ജീവനുണ്ടാകാൻ. ശബ്ദമുയർത്തി പറഞ്ഞാടെ, ജീവനുണ്ടാകാൻ. ഹല്ലേലൂയ. നസ്രയത്തിലെ തച്ചൻ നിനക്ക് ശത്രുക്കൾ കാണുക മേശ, ശത്രുക്കൾ കാണുക നിനക്ക് മേശ പണിയുന്നവനാണ്. ഹല്ലേലൂയ. ഇതിനെ അവൻ തകർക്കുന്നവനല്ല. വിശ്വസിക്കുന്നവൻ എത്ര പേര് അകത്തിരിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. നസ്രയത്തിലെ തച്ചൻ ഇന്ന് രാത്രിയിൽ ശത്രുക്കൾ കാണുക നിനക്ക് മേശ ഒരുക്കുന്നവനാണ്, മേശ ഒരുക്കുന്നവനാണ്. അറത്ത് മുടിച്ച് മോഷ്ടിച്ച് ശത്രുവിൽ നിന്ന് വെളിച്ചമാകുന്നവൻ നിങ്ങളെ വിടുവിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, റൈസ് ആൻഡ് ഷൈൻ. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു വരിക, ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുക, ഇരുട്ടിനോട് ബൈ പറയുക. ദൈവം അത് ചെയ്തു. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ചെയ്തത്, ഉൽപ്പത്തി പുസ്തകം 1-4 വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഇരുട്ട് നല്ലതെന്ന് ദൈവം കണ്ടില്ല. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഇത് ഒന്നിച്ചു പോകാൻ പറ്റുന്നതല്ല, ഇത് ഒന്നിച്ചു പോകാൻ പറ്റുന്നതല്ല, ഇതൊന്നിച്ചു പോകാൻ പറ്റുന്നതല്ല. ഏതെങ്കിലും ഇരുട്ടിന്റെ ശക്തികൾ നിന്നെ വലിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചമാകുന്നവൻ അതിൽ നിന്ന് വിടുവിക്കുകയാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർപിരിച്ചു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:14 പൗലോസ് സഭയോട് ചോദിക്കുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുട്ടിനോട് എന്ത് കൂട്ടായ്മ? എന്ത് കൂട്ടായ്മ? എന്ത് ഇരുട്ടിനോടുള്ള എല്ലാ കൂട്ടായ്മയും ഇന്ന് കട്ട് ചെയ്യുന്ന രാത്രിയാണ്. ഇരുട്ടിനോടുള്ള എല്ലാ ഫെലോഷിപ്പുകളും ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ ഈ ദേശത്ത് നിന്നുകൊണ്ട് പറയുന്നു, ഈ ദേശത്തെ ഭരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഇന്ന് രാത്രി കട്ട് ഓഫ് ആകട്ടെ. കാരണം ഇത് പറഞ്ഞാട്ടെ, ഇത് ഒന്നിച്ചു പോകത്തില്ല, ഇതൊന്നിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്
തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, നിങ്ങൾ ചിന്തിക്കരുത് ഇരുട്ട് ബലഹീനനാണെന്ന് ചിന്തിക്കരുത്. ഇരുട്ടിനൊരു ബലമുണ്ട്, ഇരുട്ടിനൊരു അധികാരമുണ്ട്. അതൊരു വേൾഡാണ്. അതുകൊണ്ടാണ് ഫറവോനെയും കൂട്ടരെയും ദൈവത്തിന് നിലയ്ക്ക് നിർത്താൻ, ചലിക്കാൻ വയ്യാതാക്കാൻ ദൈവം അവരുടെ മേൽ കൂരിരുൾ അയച്ചത്. കൂരിരുൾ അയച്ചു, ചലിക്കാൻ പറ്റിയില്ല, ലോക്കായി പോയി. ഇരുട്ട് ലോക്ക് ചെയ്തതിനെ ഒറ്റ വാക്കിൽ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. ഇരുട്ട് ലോക്കാക്കിയ കുടുംബങ്ങളെ സ്വതന്ത്രമാക്കാൻ ദൈവം തന്റെ പുത്രനെ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായി, അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായി ഇന്ന് രാത്രിയിൽ എൻ്റെ മേൽ കത്തുമ്പോൾ എല്ലാ മുള്ളുകളും എല്ലാ പറക്കാരകളും കത്തിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനം ദേശത്തിലൊരു വെളിച്ചമാകട്ടെ, എൻ്റെ ജീവിതം ദേശത്തിലൊരു വെളിച്ചമാകട്ടെ, എൻ്റെ തലമുറ ദേശത്തിലൊരു പ്രയോജനമുള്ള വെളിച്ചമാകട്ടെ. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വായ് തുറന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നല്ലത് മാത്രം, നന്മ മാത്രം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇരുട്ടിന്റെ എല്ലാ ഇൻഫ്ലുവൻസുകളും നിങ്ങളെ വിട്ടുപോകട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും ഓടുമ്പോൾ നിന്റെ മേലോ യഹോവ പ്രകാശിക്കും, യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ആ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമായാൽ ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്ക് കടന്നു വരും. നിന്റെ അകത്ത് വന്ന ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്ക് കടന്നു വരും. അപ്പോൾ വേദപുസ്തകം പറയുന്നു, നീ തലപൊക്കി നോക്കും, എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നത് നീ കാണും. താങ്ക് യു ലോർഡ് ജീസസ്. എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ ഈ പടക്കൂട്ടം എന്നെ ഓടിക്കുകയല്ല, ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ മുമ്പിൽ വെച്ച എല്ലാ പരിധികളും, എൻ്റെ മുമ്പിൽ ശത്രു വെച്ച എല്ലാ പരിമിതികളും ഇന്ന് രാത്രിയിൽ ഞാൻ ജയിക്കുന്ന രാത്രിയാണ്. പിശാച് എവിടെങ്കിലുമൊക്കെ മതിലുകൾ കെട്ടിയവർ, പിശാച് എവിടെങ്കിലുമൊക്കെ പരിമിതികൾ വെച്ചവർ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാ പരിമിതികളുടെ മതിലുകളെയും എല്ലാ ലിമിറ്റേഷനുകളെയും കർത്താവ് ബ്രേക്ക് ചെയ്യുകയാണ്. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ, നിന്റെ ശരീരത്തിന്റെ മേൽ, നിന്റെ ലൈഫിന്റെ മേൽ ഇന്ന് രാത്രി ആ വെളിച്ചം, അവന് ചുറ്റും ഒരു പ്രകാശം വന്നു, ഒരു വെളിച്ചം വന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആ പ്രകാശം നിങ്ങളെ തൊടുകയാണ്. I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം.